പാട്ട് പാടി ഉറക്കിയോ? ഒരുപാട് പാടുപെട്ട്. പാവം പാട്ട് കേട്ട് പേടിച്ചുറയി കാണും. അച്ഛാ, ഓ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. എന്നാ? കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ. കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് പൊട്ടൻ. അങ്ങനെ തന്നെ വിളിച്ചത്. അല്ല, കൊടുത്തോരെങ്കിൽ രാവിലെ എങ്ങോട്ടാ? എന്റെ പൊന്നു മോളെ, അച്ഛന് രാവിലെ തൊട്ട് കാലിന് ഭയങ്കര വേദന. ആ ജില്ലാശുപത്രി വരെ പോകാൻ ഇറങ്ങിയതാ. അവിടെ ഭയങ്കര തിരക്കും. അച്ഛാ, അച്ഛൻ പോയി കഴിഞ്ഞാലേ ഞാനും കുഞ്ഞും തന്നെ ഇവിടെ ഉള്ളൂ. കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അമ്മ ഇന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നേ. ഞാൻ മുതലിനെ പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാം. അല്ല, കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാം. ഞാനൊരു കാര്യം പറയാം. അച്ഛന്റെ ഉടായ്പം വേളത്തിലൊന്നും ആ തള്ളയെടുത്ത് എടുത്തേക്കരുത്. നാട്ടുകാര് മുഴുവൻ പറയുന്നതേ അവര് മറുമാടി തള്ളയാന്നാ. ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ ഉടായ്പൊക്കെ ഇന്നത്തോട്ട് നിർത്തി. നാളെ തൊട്ട് അച്ഛൻ പുണ്യസ്ഥലങ്ങളായ കാശി, രാമേശ്വരം എന്നീ സ്ഥലങ്ങളിൽ പോയി മുങ്ങിക്കുളിച്ച് പാപങ്ങളെല്ലാം ഒഴുക്കിക്കളയും. ഈശ്വരാ, എന്റെ അച്ഛൻ നന്നായി. എന്നിട്ട് അതുവഴി നേരെ പട്ടായക്ക്. എന്നാന്ന്? അല്ല, അവിടെ ഉണ്ടല്ലോ ധ്യാന കേന്ദ്രങ്ങൾ. ചുരുക്കി പറഞ്ഞ സമാധി പട്ടായയില്. എന്താച്ചാ? ആണ്ട ഡ്രിങ്ക് പട്ടിയായിട്ടൊരു ശിവകാമി ദേവി വന്നിരിക്കുന്നു. ഞാൻ ശിവകാമി ഒന്നുമല്ല, വൈദ്യത്യ. രാവിലെ വീട്ടിൽ വന്ന് തെറി പറയത് കേട്ടോ. ഇവിടെ പ്രസവരക്ഷയ്ക്ക് വന്ന വൈദ്യത്യാന്ന്. പ്രസവരക്ഷയ്ക്ക് വന്ന വൈദ്യാറ്റിയാന്ന്. അല്ല, ഇതെന്തോ എല്ലാരും കൂടെ ഇവിടത്തെ 20 രൂപയുടെ ചോറ് കൊടുക്കുന്നു. ഇരിക്കുന്ന ആരൊക്കെയാന്ന് മനസ്സിലായോ? അറിയാം, മഞ്ജു. നിങ്ങൾക്കത് ചിഞ്ചു മഞ്ജു ആയിരിക്കും. പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ 2 CCTV ക്യാമറകളായത്. അങ്ങനെ ഒരു ടോക്ക്. അതെ, ഈ നാട്ടിലെ ഇല്ലാത്തതും കൊല്ലാത്തതും എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ നാട് മുഴുവനും വൈറലാക്കുന്ന ആരാ? ഈ ഇരിക്കുന്ന 2 മുതലുകള്. മക്കളെ മനസ്സിലായോ? നടുക്കിരിക്കുന്ന ആളിനെ മനസ്സിലായില്ല എനിക്ക്. റീല് താരവാ. പിന്നെ ഇവന്റെ ടുക്കുട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവന്റെ ബുള്ളറ്റ് വണ്ടിക്ക് ടുക്കുട്ടൊക്കെ ബുള്ളറ്റ് വണ്ടി. കഴിഞ്ഞ ആഴ്ച ഈ ചെറുക്കനെ നമ്മുടെ പിറവത്തൂടെ ഒരു ബുള്ളറ്റിനകത്ത് ഒരു പെണ്ണിനെ വെച്ചോണ്ട് ഇങ്ങനെ ചീറി പാഞ്ഞു പോകുന്നത് കണ്ട്. അവളാന്ന് അവന്റെ പുറത്തോട്ട് കമന്തടിച്ചിട്ട് കിടക്കുന്നു. അതിന്റെ കുറെ ലോഡിങ് തൊഴിലാളിയും കൂടെ ഓടി വരുന്നു. അതെന്തിനാ ലോഡിങ് തൊഴിലാളി വന്നേ? അവര് വിചാരിച്ച് ആന്ധ്രയിൽ നിന്ന് അരിയിൽ ചാക്കും കൊണ്ടുവന്നേ. ചിലപ്പോ അങ്ങനെയൊക്കെ വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നാണ്? അവിടെ ഇന്ന് എസ് പറയാതെ ഇങ്ങോട്ട് കയറി വാ. ഇളവനത്ര റെഡിയല്ലെന്ന് തോന്നുന്നു. അമ്മേനെ 2 ദിവസമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ആണല്ലയോ? അത് ശരി. എന്റെ പൊന്നുമക്കളെ, ഇതെന്റെ 178ാമത്തെ പ്രസവമാ. എന്റെ ദൈവമേ, ഇതൊക്കെ ഒരു ആഡംബരം അല്ലേ? എന്തുവാ? നാം 2 നമുക്ക് 2 സർക്കാർ പറഞ്ഞേക്കുന്നേ. അല്ല, അമ്മയുടെ നെറ്റിക്ക് എന്താ ഈ സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുന്നത്? ഒന്നും പറയണ്ടാടി മക്കളെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മമ്മട്ടി ഇങ്ങനെ മലന്നടിച്ചിട്ട് കിടക്കുന്നു കേട്ടോ. ഞാൻ കാലുകൊണ്ട് ചവിട്ടി നിവർത്തതാ. അതേ നെറ്റിക്ക് വന്ന് അപ്പൊ ഇപ്പറ സൈഡും അതുപോലെ ഉണ്ടല്ലോ. അതോ? ഞാൻ കിടന്ന് എന്റെ ബഹളം കേട്ടോണ്ട് മരുമോൾ ഓടി വന്നിട്ട് ചോദിച്ചേ, അമ്മച്ചി എന്താ പറ്റുന്നു? ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ മമ്മട്ടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞേ, മോളെ ഇങ്ങനെ ചവിട്ടി നോക്കിയാന്ന് പറഞ്ഞതേ വന്ന് വീണ്ടും അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു മുഖത്ത് 2 ടപ്പേ. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. എന്തുവാ? അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ അറിയാവോ? കണ്ട വൃത്തിയോട് പറയരുത്. ഞങ്ങള് പാരമ്പര്യമായിട്ട് അമ്മ, അമ്മമ്മ, മുത്തച്ഛി എല്ലാരും കുഞ്ഞിനെ കുളിപ്പിക്കുന്നവരാ, പ്രസവരക്ഷ എടുക്കുന്നവരാ. അറിയാവോ? അമ്മ അകത്തോട്ട് കേറി പോരെ, ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള എണ്ണയും വെള്ളം ഒക്കെ എടുത്തു വെക്കാം. നല്ല സുന്ദരി കുട്ടി കേട്ടോ. അയ്യോ, ബിന്ദു പണിക്കരോടാ മോവോ, നല്ല സ്വഭാവം തോന്നുന്നു. എന്തായാലും മോളുടെ ഓറ് കഴിഞ്ഞ് നീ അച്ഛൻ ഒരു ഓറ് വെച്ച് നോക്കാം. ഭർത്താവ് ഉണ്ടോന്ന് ആദ്യം ചോദിക്കാം, എന്നിട്ട് ബാക്കി മൂവ്മെന്റ് നടത്താം. ഹലോ, പേരെവിടാ? കോട്ടയം മെഡിക്കൽ കോളേജില്. അതല്ലേ ഞാൻ ചോദിച്ചത്, പങ്കാളി ഇല്ലെന്ന്. പങ്കാളി ഇല്ലാതെ പേറും പ്രസവമൊക്കെ നടക്കുവോ? ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടോ. ഞാൻ ഇത് കെട്ടിയോനില്ലെന്ന്. കെട്ടിയോനോ? പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഇറക്കാൻ വന്ന അണ്ണാച്ചിയായ എന്റെ കെട്ടിയോൻ ഇവിടെ കൃഷി ഇറക്കി വിളവെടുക്കുന്ന സമയമായപ്പോ അവിടെ തമിഴ്നാട്ടിൽ കൃഷിയുടെ സീസണായി. പുള്ളിക്കാരൻ വിത്തുമായിട്ട് അങ്ങോട്ടങ്ങ് പോയി. അപ്പൊ സീസണൽ കർഷകനാ. നമുക്കും വകുപ്പുണ്ട്. ഇപ്പൊ വരും പിന്നെ വരുമെന്നും പറഞ്ഞ് എന്നും കിഴക്കോട്ടിറക്കി ഞാൻ കണ്ണുകൾ നട്ട് കാത്തിരിക്കുക. സാരമില്ല, സാരമില്ല.
വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി പോകുന്നത് ഇത് എങ്ങോട്ട് പോകുന്ന സ്പീഡില്? ട്രാക്ക് തെറ്റി പോയതാ. അല്ലേലും എനിക്ക് ഇങ്ങനെ നേരത്തെ തൊട്ടുണ്ട് എപ്പോ കള്ളവണ്ടി കയറിയാലും അപ്പൊ TTR ബുക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാം, ഈ സൈസ് കള്ള കിളവന്മാരെയാ വിശ്വസിക്കാൻ പറ്റാത്തത്. അതാണ് ഈ പഴഞ്ചോറിന്റെ ഗുണം. പശുവും ചത്ത പാലിലെ പുളിയും അടങ്ങി ഇപ്പോഴും പഴഞ്ചോറിനെ പ്രൊമോട്ട് ചെയ്തോണ്ട് നടക്കുക. ഇവിടെ ഭാര്യയൊന്നും കണ്ടില്ലല്ലോ, അതെന്തേ? അത് ഞാനും എന്റെ ഭാര്യയായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി. എന്ത് പറ്റി? അത് വേറെ ചുമ്മാ വിഷയങ്ങളൊക്കെ. അങ്ങനെ പിണങ്ങുമ്പോ ഞാൻ അവക്ക് ഒരെണ്ണം പൊട്ടിക്കും. അത് ശരി. പക്ഷെ ആ പിണക്കം മാറാനായിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ചന്തയിൽ നിന്ന് ഒരു കോഴിനെ മേടിച്ച് അവക്ക് അങ്ങ് കൊടുക്കും. ആണോ? പിണക്കം മാറണ്ടേ? എന്നിട്ട് എന്തുവാ, എനിക്കിപ്പോ 12 കോഴി ഫാം ഉണ്ട്. ചുമ്മാ നല്ല പെണ്ണുമ്പിള്ള അങ്ങനെ കളഞ്ഞിട്ട് പോയത്. വൈദഗ്ധ്യാന്നല്ലേ പറഞ്ഞത്. എന്റെ ഈ കാലിന് 2-3 ദിവസമായിട്ട് ഭയങ്കര വേദന. അത് പ്രായത്തിന്റെയാ? പിന്നെ ഈ കാലിന്റെ അതേ പ്രായം തന്നെയല്ലേ ഈ കാലിന്, ഇതിനൊരു കുരുവില്ലല്ലോ. അതല്ല, ആ കാലിന്റെ വേദന കൊണ്ട് ഇതിന് ചിലപ്പോ ഈഗോ അടിച്ചാണെങ്കിലോ? എന്നാ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അത് ചോദിക്കാൻ വിട്ടുപോയി. എന്താ പേര്? തൊണ്ടയിൽ തങ്കി. നൈറ്റ് വെള്ളം കുടിക്കാൻ മേലായിരുന്നോ? എന്തിനാ? അല്ലേണ്ട തൊണ്ടയിൽ തങ്കി എന്ന് പറഞ്ഞു. അയ്യോ, തൊണ്ടയിൽ എന്ന് പറഞ്ഞ വീട്ടുപേരാ, തങ്കി എന്നാ എന്റെ പേര്. ആ തൊണ്ടയിൽ തങ്കി. നിങ്ങളുടെ പേരെന്തുവാ? MC നാണപ്പൻ. MC നാണപ്പൻ. MC മുകളച്ചാണ്ടി. മുകളച്ചാണ്ടി നാണപ്പൻ. എടാ നീ ആയിരുന്നോ? എന്റെ ഇരട്ടപ്പേര് ആരാ പറഞ്ഞു തന്നെ? എടാ നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എടാ നമ്മൾ ഒന്നിച്ച് മണ്ണാരത്തി സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചതാ. ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഒരു മയിൽപ്പീലി എന്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞേ, അത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് പ്രസവിക്കുമെന്ന്. അത് പ്രസവിച്ചോ? ഇവന്റെ കുഴപ്പം കൊണ്ടാണോ മയിൽപ്പീലിയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ആ മയിൽപ്പീലിക്ക് ഒരു അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഇവനെ എന്നൊരു പൂവായിട്ട് എന്റെ പുറകെ നടക്കും. എന്നിട്ട് പറഞ്ഞേ, ഞാനൊരു കാര്യം അങ്ങോട്ട് തരാം, നിനക്ക് ഇഷ്ടമായില്ലേ അങ്ങ് തിരിച്ചു തരണമെന്ന്. അവനൊട്ട് തന്നതുമില്ല, ഞാനൊട്ട് തിരിച്ചു കൊടുത്തില്ല. എന്തുവായിരുന്നു തരാന്ന് പറഞ്ഞേ? അതിപ്പോ തരാണെങ്കിൽ ഞാൻ റെഡിയാ. എന്തുവാ? ഒരു ഉമ്മ. ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു വന്നേ. എടാ ബിരുദാനന്തര ബിരുദാ. ബിരുദാനന്തര ബിരുദി. അയ്യോ എന്റെ ദൈവമേ, എന്റെ പൊന്ന് തങ്കി, എന്നെ ഇങ്ങനെ ഇട്ട് കറക്കി എറിയല്ലേ. 2 എല്ലിലും ഒരു അണ്ടർവെയറിന്റെ വള്ളിയിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഞാനാണോ എടുത്തറിഞ്ഞത്? ഒന്നിച്ച് പഠിച്ചാന്ന് പറഞ്ഞ പഴയ നൊസ്റ്റാൾജി എല്ലാം കൂടെ വർക്ക് ചെയ്തിട്ട് എന്നെ എല്ലാം കറക്കി നിലത്തടിച്ചിട്ടതാണ് അടുവടിച്ചിട്ടേക്കുന്നത്. ഓടി പറഞ്ഞേ. അയ്യോ വലിക്കണം. എന്റെ ദൈവമേ, ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് ഇതിനെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണല്ലോ ഇത്. വലിക്കണം വലിക്കണം. അത്രയല്ലോ ഇങ്ങോട്ട് വാ. വലിച്ചെടുത്തോണ്ട് ഉപ്പിലിടാ വലിക്കണം. മരുന്ന് ഇതിപ്പോ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മരിച്ചെന്ന് പറഞ്ഞല്ലോ എന്റെ ദൈവമേ. അയ്യോ അയ്യോ. ഇതെന്നെ കാണിച്ചേ? ഇതേ മ്യൂസിക്കിൽ ഇതിന്റെ സ്പെഷ്യൽ എഫക്ട്സ് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് കയ്യിന്നിട്ട് കളിക്കുവാ. ഇത് നടുവീർപ്പ പൊളിയുമെന്ന് എനിക്ക് തോന്നി. ഓടി പറഞ്ഞേ. അയ്യോ കുഞ്ഞുമോളെ, നിന്റെ അച്ഛനും ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതാ. എന്നിട്ട് ഇങ്ങനെ ആ പഴയ കാര്യം പറഞ്ഞ് നൊസ്റ്റാൾജി അടിച്ച് എന്നെ പെരുപ്പിച്ചിട്ട് ഇവിടെ ഇട്ട് കറക്കി കാണിച്ചത്. എന്നാടാ നിന്നാടാ നിന്റെ കുഞ്ഞാടാ, ഞാനൊന്നും ചെയ്യില്ല. അണ്ട് ഇതാരാ മോളെ നിന്റെ കർണക്കുട്ടി കൊടുത്തടിച്ചേ? കർണത്തിന് അടിച്ചല്ല, എന്റെ ചേട്ടൻ വിളിച്ചതാ. 6 മാസം കഴിഞ്ഞ് വരുന്നെന്ന്. എന്റെ മരുമോൻ ഇങ്ങ് കെട്ടി എഴുതുന്നുണ്ട്. എത്ര മാസമാ മക്കളെ? 6 മാസം. ഊണിഞ്ഞെടുത്ത് കട്ടായില്ലെങ്കിൽ ചേട്ടാ 1 മിനിറ്റ് അതെ അമ്മയുടെ കൊടുക്കാം. ഹലോ മോനെ, പിന്നെ മോനെ 1 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി കേട്ടോ. സമ്മതിച്ചോ? 1 വർഷം കഴിഞ്ഞാൽ വരത്തോളന്ന്. 1 വർഷം ഞാനെല്ലാം നോക്കിക്കോളാം, എല്ലാം ഞാൻ നോക്കിക്കോളാം. 1 വർഷം കഴിഞ്ഞാൽ വരത്തോളൂ. ഹലോ ഹലോ. അയ്യോ ചേട്ടൻ വെച്ച്. അല്ല നിങ്ങൾ എന്തോ വർത്താനാ പറഞ്ഞത്? എടീ നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 മാസം. അവൻ എത്ര നാൾ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു? 6 മാസം. അവൻ 1 വർഷം കഴിഞ്ഞ് വന്നേ മതി. അതെന്താ? എങ്കിലേ നിനക്ക് ശരിക്കുള്ള പ്രസവരക്ഷ നടക്കൂ. തങ്കിക്കുട്ടി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.